الحمد لله الواحد القهار والعزيز الغفار والصلاة والسلام على رسوله المختار وعلى آله وأصحابه الأخيار أما بعد. പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലുമൊക്കെ അള്ളാഹുവും അവന്റെ റസൂലും മലക്കുകളും സത്യവിശ്വാസികളുമൊക്കെ ചില ആളുകളെ ശപിച്ചതായി അള്ളാഹുവിന്റെ ശാപത്തിനും മലക്കുകളുടെ ശാപത്തിനും സജ്ജനങ്ങളായ സത്യവിശ്വാസികളുടെ ശാപത്തിനുമൊക്കെ കാരണക്കാരായ ആളുകളുടെ പ്രത്യേകതകളും അവർ എന്തുകൊണ്ട് ഇങ്ങനെ ശപിക്കപ്പെട്ടു എന്നതിന്റെ കാരണം വ്യക്തമാക്കുന്ന ഖുർആനിക വചനങ്ങളും ഹദീസിലെ വചനങ്ങളുമൊക്കെ സുപരിചിതമാണ്. വിശുദ്ധ ഖുർആനിലും ഹദീസിലും ഒരുപാട് സ്ഥലങ്ങളിൽ അങ്ങനെ കാണാനും കഴിയും. മലക്കുകൾ ശപിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് അവൻ അകറ്റപ്പെടട്ടെ എന്നും അവൻ ശിക്ഷക്ക് വിധേയനാവട്ടെ എന്നും മലക്കുകൾ പ്രാർത്ഥിക്കുമെന്നാണ്. അപ്പൊ ആ നിലക്ക് ആരാണ് ഈ ശാപകോപങ്ങൾക്ക് വിധേയരാകുന്നത് എന്നും അത്തരം ആളുകളുടെ സ്വഭാവ ഗുണങ്ങൾ എന്നിലോ എന്റെ കുടുംബത്തിലോ ഉണ്ടോ എന്ന ഒരു ചിന്തയും അത് മാറ്റുവാനുള്ള ഒരു സന്മനസ്സുമാണ് നാം കാണിക്കേണ്ടുന്നത്. അള്ളാഹുവിന്റെ ശാപത്തിനും കോപത്തിനും വിധേയമായി കഴിഞ്ഞാൽ പിന്നീട് അവന് രക്ഷയില്ല, അവനെ സഹായിക്കാൻ ആരുമില്ല എന്ന ഖുർആനിന്റെ വചനമാണ് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആരെങ്കിലും അള്ളാഹു ശപിച്ചിട്ടുണ്ട് എങ്കിൽ അവന് പിന്നീട് ഒരു സഹായം ഉണ്ടാവില്ല, അവനെ രക്ഷപ്പെടുത്താൻ ആരുണ്ടാവില്ല. അപ്പൊ ഒന്നാമത്തെ അള്ളാഹുവിന്റെ ശാപകോപങ്ങൾക്ക് വിധേയരാകുന്ന ഒന്നാമത്തെ വിഭാഗം കുഫറിന്റെ വക്താക്കളാണ്, നിഷേധത്തിന്റെ ആളുകൾ. നമ്മൾ സാധാരണ കാഫിർ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം വെച്ചിട്ടുള്ളത് ഇസ്ലാം എന്ന മതത്തിനപ്പുറത്തുള്ളവരൊക്കെ കാഫിര്യങ്ങളാണെന്നാണ്. അപ്പോ ഹൈന്ദവ മതം, ക്രൈസ്തവ മതം, ജൂതമതം, ജൈനമതം ഇങ്ങനെ തുടങ്ങി ഇസ്ലാം അല്ലാത്ത മറ്റു മതങ്ങളുടെ അനുയായികൾ ഇവരൊക്കെയാണ് കാഫിര്യങ്ങൾ എന്നാണ് നമ്മൾ പൊതുവെ ധരിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ കുഫർ എന്ന് പറയുന്നത് നിഷേധം, മറച്ചു വെക്കുക, നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, അബുൽ ബഷർ ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ 10ഓളം തലമുറകളിൽ യാതൊരു കേടുപാടുണ്ടായിരുന്നില്ല. എല്ലാവരും ആദം നബിയുള്ള അംഗീകരിച്ചു പോന്ന ആളുകളാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ആദം നബിയുള്ള അംഗീകരിച്ചവരാണ്. ആ 10ഓളം തലമുറ കുല്ലുഹും അല തൗഹീദ്, അവരെല്ലാം തൗഹീദിലായിരുന്നു. എപ്പോഴാണ് ആദം കഴിഞ്ഞു, ഇദ്രീസും ഷീസും ഒക്കെ കഴിഞ്ഞ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനത, നമുക്കറിയാം ആദ്യത്തെ പ്രവാചകൻ റസൂൽ ആയി അള്ളാഹു നിയോഗിച്ചത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. എന്തിനാണ് അള്ളാഹു നൂഹ് നബിക്ക് റിസാലത്ത് നൽകിയത്, റസൂലായി പറഞ്ഞയച്ചത് എന്തിന്റെ പേരിലാണ്? ഇത് നമ്മൾ പഠിക്കേണ്ട വിഷയമാണ്. കാരണം അതിന്റെ മുമ്പുള്ള 10ഓളം തലമുറകളിൽ ഒന്നുമില്ല എന്ത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന വിഷയത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഇല്ലായിരുന്നു. അപ്പൊ വേറൊരു മതവും വന്നില്ല. ഇസ്ലാം എന്ന മതമല്ലാതെ വേറൊരു മതവും ഇല്ല. ഇവിടെയാണ് നൂഹ് നബിയുടെ ജനത, ആ ആദം മില്ലത്തിൽ പോരുന്ന ജനത, അതുപോലെ തന്നെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കുടുംബമടക്കം നമുക്കറിയാം, അവർ പോലും പിന്നീട് വഴിതെറ്റി സഞ്ചരിക്കുന്നു. ഇസ്ലാം എന്ന ആ അന്യൂനമായ ആശയത്തിൽ നിന്ന്, ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ നിന്ന് അവർ വ്യതിചലിക്കുന്നത് എവിടം മുതലാണ്? 5ഓളം, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ 5ഓളം ജാറങ്ങൾ വന്നതിന് ശേഷം. ആ 5 ജാറങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് വദ്, സുവാഅ്, യഊസ്, യഊഖ്, നസ്ർ. ഈ 5 മഹാരഥന്മാരായ മഹത്തുക്കളായ നല്ല മനുഷ്യന്മാരായിരുന്നു, സ്വാലിഹീങ്ങളാണ്. ആദം നബിയുടെ പാത പിൻപറ്റി ആ മില്ലത്തിലൂടെ സഞ്ചരിച്ചു വന്നിരുന്ന 5 മഹത്തുക്കളാണിവർ. ഈ മഹത്തുക്കളുടെ കാലശേഷം, മരണശേഷമാണ് ആളുകളുടെ ആദരവും ബഹുമാനവും കൂടി. സ്വാഭാവികമായിട്ടും അവർ ആദരണീയരാണ്.
കാലശേഷവും അവരുടെ കാലശേഷവും ഈ ആദരവ് മൂത്ത് ഈ ആദരവ് ആരാധനയിലേക്ക് വഴിമാറി. അവിടെയാണ് കുഫർ കടന്നു വരുന്നത്. അങ്ങനെ നമ്മള് പിന്നെ ഇസ്ലാമിന്റെ ചരിത്രം അല്ലെങ്കിൽ മനുഷ്യ ചരിത്രം തന്നെ, മനുഷ്യകുലത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ, അമ്പിയാക്കന്മാരുടെ ചരിത്രം പരിശോധിച്ചാലൊക്കെ എന്താ കുഫർ എന്ന് ചോദിച്ചാൽ വേറെ മതത്തിലേക്ക് പോയി എന്നുള്ളതല്ല. ഇപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറഞ്ഞു, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, നബിയെ പറയും, അല്ലയോ നിഷേധികളെ, കാഫിരീങ്ങളെ തന്നെ വിളിച്ചത്. അവരെന്തുകൊണ്ട് കാഫിരീങ്ങളായി? അവരാരാണ്? അവർ വേറെ മതത്തിന്റെ ആളുകളായിരുന്നോ? മക്കയിലെ മുശ്രിക്കീങ്ങൾ അല്ലെങ്കിൽ കാഫിരീങ്ങൾ എന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയവർ വേറെ വല്ല മതത്തിന്റെയും ആളുകളായിരുന്നോ? അല്ല, അവര് ഇബ്രാഹിമി മില്ലത്തും ഇസ്മായിലി മില്ലത്തും അംഗീകരിച്ച് പോന്ന ജനതയാണ്. ആ ഇബ്രാഹിം മില്ലത്തിലെ ശരീഅത്തിലെ, ഇസ്മായിലി ശരീഅത്തിലെ നിയമങ്ങൾക്ക് വിധേയരായി ജീവിച്ചവരാണ്. അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ഒക്കെ നിർവഹിച്ചു പോന്നവരാണ്. പിന്നെ എവിടെ പിഴച്ചു? അവർ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ, അള്ളാഹുവിലേക്ക് ശുപാർശക്കാരായി ചില മഹത്തുക്കളെ സ്വീകരിച്ചു, ഔലിയാക്കന്മാരെ സ്വീകരിച്ചു. അപ്പൊ അവര് പറയുന്നുണ്ട്, നബിയോട് പറയുന്നുണ്ട്, മുഹമ്മദേ, ഈ ഞങ്ങളെ ഞങ്ങളുടെ ഈ ശ്രേഷ്ഠവൈദ്യന്മാരായ ഔലിയാക്കളെ ലാത്തയെയും മുസയെയും ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അഭിവാദ്യം ചെയ്താൽ മതി, ഒന്ന് കൈ കാണിച്ചാൽ മതി, ഒന്ന് അംഗീകരിച്ചാൽ മതി, ഞങ്ങൾ നിന്റെ റബ്ബിനെ മാത്രം അംഗീകരിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പൊ ഒരു അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടി അവർ ചോദിക്കുകയാണ് കാഫിരീങ്ങൾ. അബൂലഹബ് പോലെ ഉള്ള ടീം മുഴുവൻ, അബൂജഹൽ അടക്കമുള്ള കാഫിരീങ്ങൾ ഖുർആൻ അഭിസംബോധിച്ച് യാ അയ്യുഹൽ കാഫിറൂൻ എന്ന നിഷേധികളെ എന്നെ, കാഫിരീങ്ങളെ തന്നെ വിളിച്ചത്. അവർ ചെയ്ത കുഫർ എന്താണ്? അവർക്ക് അള്ളാഹുവിൽ നല്ല വിശ്വാസവും അവർ അംഗീകരിക്കുകയും റുബൂബിയത്ത് കൃത്യമായി അംഗീകരിച്ചവരാണ്. പക്ഷേ ഉലൂഹിയത്തിന്റെ വിഷയത്തിൽ, ആരാധനയുടെ വിഷയത്തിൽ അള്ളാഹുവിൽ അവർ പങ്കുചേർത്തു. അവരെയാണ് ഖുർആൻ യാ അയ്യുഹൽ കാഫിറൂൻ, നിഷേധികളെ എന്ന് പറഞ്ഞത്. അപ്പൊ ഇബ്രാഹിം മില്ലത്തിൽ ഉണ്ടായിരുന്ന ആ സമൂഹം വഴിതെറ്റിപ്പോയപ്പോ വേറെ മതമല്ല അവരുടെ, നമുക്കറിയാം ദ്രാവിഡ മതം, നൂഹ് നബിയുടെ ജനതയ്ക്ക് ശേഷം ഉണ്ടായ മതമാണ് ദ്രാവിഡ മതം. ഇബ്രാഹിം നബിയുടെ കാലശേഷം ഉണ്ടായ ആര്യമതം. പക്ഷെ ആ മതത്തിലൊന്നും ആയിരുന്നില്ല ഇവര് ഇബ്രാഹിം മില്ലത്തിൽ തന്നെയാണ്. പക്ഷേ ഇവിടെയാണ് പഴച്ചത്. എവിടെ? ഈ പറയപ്പെട്ട പോലെ അള്ളാഹു അല്ലാത്തവർ ഔലിയാക്കളായി സ്വീകരിച്ചു. അള്ളാഹുലേക്ക് അടുക്കുവാനുള്ള ഉപാധികളായി, വസീലയായി ഇവരെ അവർ മാറ്റി. അതുകൊണ്ട് അള്ളാഹു അവരെ പറ്റി പറഞ്ഞത്, ഖുൽ, ഒരു അഡ്ജസ്റ്റ്മെന്റിനും നബിയെ താങ്കൾ പോവരുത്, ഒരു അഡ്ജസ്റ്റ്മെന്റും പാടില്ല. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, നിഷേധികളെ, ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്ന ഏതൊരു വസ്തുവിനെയും വ്യക്തിയെയും ശക്തിയെയും ഞാൻ ആരാധിക്കുന്ന പ്രശ്നമേ ഇല്ല. ഈ നിലപാട് പറയാനാണ് അള്ളാഹു നബിയോട് പറഞ്ഞു. പ്രിയമുള്ളവരെ, കുഫർ എന്ന് പറഞ്ഞാൽ ഇതെന്തുകൊണ്ട് ഈ തൗഹീദ് അംഗീകരിക്കുന്ന ആളുകളോട് ഇങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചാൽ, നമ്മുടെ കുടുംബ പശ്ചാത്തലങ്ങളൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. ഞാൻ വരുന്ന സാഹചര്യം, എന്റെ കുടുംബാന്തരീക്ഷം അല്ലെ, നമ്മളൊക്കെ വരുന്ന സാഹചര്യങ്ങൾ, കുടുംബത്തിൽ ഉമ്മയും ബാപ്പിയും പോലും, സ്വന്തം പെങ്ങന്മാര് പോലും, സഹോദരങ്ങൾ പോലും ഈ ഒരു സാഹചര്യത്തിൽ കഴിയുന്നവരാണ്. ഈ ജാറ സമ്പ്രദായം, അള്ളാഹുവിന്റെ യഥാർത്ഥ ദീനിൽ നിന്ന് വഴിമാറി സഞ്ചരിച്ച് എന്തു കൃത്യമാണിത് എന്നിട്ട് പോലും ഈ ആളുകൾ അങ്ങനെ സഞ്ചരിക്കുമ്പോ അത് ഖുർആനിക വചനങ്ങൾ കൊണ്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാനും അവരെ ബോധ്യപ്പെടുത്താനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, ഇന്നല്ലദീന കഫറു വമാതു വഹും കുഫാർ, അതെ, നിഷേധിക്കുകയും അങ്ങനെ നിഷേധികളായി മരണപ്പെടുകയും കാഫിരീങ്ങളായി മരണപ്പെടുകയും ചെയ്താൽ, ഉലൈക അലൈഹിം ലഅനത്തുല്ലാഹ്, അവരുടെ മേൽ അല്ലാഹുവിന്റെ ശാപമുണ്ട്, വൽ മലായിക, മലക്കുകളുടെ ശാപം ഉണ്ടാകും, വന്നാസി അജ്മഈൻ, സകല മനുഷ്യരും അവരെ ശപിക്കും എന്നുള്ളതാണ്. അങ്ങനെ കുഫറിന്റെ വക്താക്കൾ സ്വാഭാവികമായും വരുന്ന മറ്റൊരു തലമാണ് ഷിർക്ക്. ആ ഷിർക്കിന്റെ ഭാഗത്തേക്ക് പോകുമ്പോ അവനെയും ഖുർആൻ പരിചയപ്പെടുത്തിയത് മുശ്രിക് എന്നാണ്. ഇന്ന ശിർക ലദുൽമുൻ അളീം, മഹാകൊടും പാതകം എന്ന് ഖുർആൻ വിശേഷിപ്പിച്ച പാതകം അത് ഷിർക്ക് മാത്രമാണ്. ബാക്കിയുള്ളതെല്ലാം അള്ളാഹു പുറത്തു തന്നേക്കാം. അള്ളാഹു അഅലം. ഏതായിരുന്നാലും പ്രിയമുള്ളവരെ, നമ്മൾ ഈ കാര്യങ്ങൾ നമ്മുടെ കുടുംബത്തോട് പറഞ്ഞു കൊടുക്കുക, നല്ല രൂപത്തിൽ അവരുമായി സംവദിക്കുക, അല്ലാതെ കളിയാക്കിയും പരിഹസിച്ചുമല്ല. ആ നിലക്ക് കാര്യങ്ങൾ കൃത്യമായി ജീവിതത്തിൽ സ്വയം പകർത്തുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും ശ്രദ്ധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.